ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിൽ ഭിന്നത രൂക്ഷം. ആർ.ജെ.ഡിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജന ചർച്ചയിൽ തീരുമാനമായില്ല. സഖ്യധർമ്മം പാലിക്കാൻ ആർ.ജെ.ഡി തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാനാവില്ലെന്ന് ആർ.ജെ.ഡി നിലപാട് സ്വീകരിച്ചതാണ് കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. തങ്ങൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആർ.ജെ.ഡി കൈയടക്കുകയാണെന്ന പരാതിയും കോൺഗ്രസിനുണ്ട്. സീറ്റുകൾ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണമെന്നും ആർ.ജെ.ഡി തുറന്ന സമീപനം സ്വീകരിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ ആർ.ജെ.ഡി ആകട്ടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നോട്ടു പോവുകയാണ്. ലാലു പ്രസാദ് യാദവിന്റെ പെൺമക്കളായ മിസ ഭാരതിയും രോഹിണി ആചാര്യയും മത്സരരംഗത്തിറങ്ങിയേക്കും. മിസ ഭാരതി പാടലിപുത്രയിൽ നിന്നും രോഹിണി ആചാര്യ സരണിയിൽ നിന്നുമാകും മത്സരിക്കുക. അതേസമയം ബീഹാറിലെ മഹാസഖ്യത്തിലെ സീറ്റ് വിഭജനത്തിൽ CPIക്കും അതൃപ്തിയുണ്ട്. ഇടത് പാർട്ടികൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് CPIയുടെ പരാതി. കോൺഗ്രസ് മുൻ MP പപ്പു യാദവിനെ കൂടെ കൂട്ടിയതിലും ആർ.ജെ.ഡിക്ക് അതൃപ്തിയുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ വിമർശകനാണ് പപ്പു യാദവ്. പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ. എന്നാൽ ഇവിടെ മഹാസഖ്യത്തിലെ തർക്കം കോൺഗ്രസിനെയും ആർ.ജെ.ഡിയെയും ഇടതു പാർട്ടികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.